ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് വന്നേക്കുന്നതേ, ഞാൻ മൂന്നാർ പോയായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ എഡിറ്റ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. അപ്പം അത് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കാലത്തൊരു 10 മണിക്കാണ് പോയ. സമയം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല. കാരണം 10 മണി രാവിലെ ആയപ്പോഴാണ് പോയത്. സാധാരണ പോകുമ്പം നോർമലി നമ്മൾ വെളുപ്പിനൊക്കെയാണല്ലോ പോവുക. എന്നാലേ നമുക്ക് മോർണിംഗ് അവിടുത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇത് നേരെ തിരിച്ചാണ് ഉണ്ടായത്. കാരണം ഇക്കാക്ക് അന്ന് നല്ല മഴയായതുകൊണ്ട് സൈറ്റിൽ പണി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കാറുണ്ട്. അങ്ങനെ 10 മണിയായപ്പം പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ വേഗം റെഡിയായി. മക്കളുടെ 2 ഡ്രസ്സും എൻ്റെതും കടതൊക്കെ എടുത്ത് വെച്ച് വേഗം 3-4 ബാഗൊക്കെ ആക്കി ചെറിയ ചെറിയ ബാഗുകളിലാക്കിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ ഒരു 11 മണി ആവാനായിട്ടുണ്ടായി. പിന്നെ നേരെ ഇവിടുന്ന് നമ്മളുടെ എയർപോർട്ടോടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം പോകുന്ന വഴി മോള് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് ഉറങ്ങണേനെ കാണുന്നത്. പോകുന്ന വഴി ഒരു പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അവൾക്ക് അവിടെ നിന്ന് ഒരു പുതിയ പമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതവർ കൊടുത്തതാണ്. ആൾക്ക് ബലൂൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആളത് പിടിച്ച് അങ്ങനെ ഉറങ്ങുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഒരു ഇവിടെ എത്തിയപ്പോഴായിരുന്നു ഏകദേശം ഒരു അങ്കമാലി കഴിഞ്ഞപ്പം ആൾക്ക് വിശക്കണമെന്ന് പറഞ്ഞ്, മക്കൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ട് ഒന്ന് കടകളൊക്കെ നോക്കി. പക്ഷെ ഭയങ്കര മഴയുണ്ടായിരുന്നു. അപ്പം ഇവിടെ നിർത്താനൊന്നും പറ്റിയില്ല. അവസാനം ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിർത്തി. അതായത് നമ്മുടെ ഫ്രൈഡ് ചിക്കനുള്ള കടയാണ് ഷോപ്പാണ് കണ്ടത്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഒരു ബർഗറും നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ബോക്സും വാങ്ങി മക്കൾക്കും ഞങ്ങളും കൂടെ അത് കഴിച്ച് പോകുന്ന വഴി തന്നെ കഴിച്ച്. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഒരു 4-5 മണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ടല്ലോ. അപ്പം പോകുന്ന വഴി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങി പോകുന്ന വഴി കഴിച്ച് ഞങ്ങളങ്ങനെ പയ്യെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെ പോയി. ഇപ്പം നമ്മുടെ മലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ കുറച്ച് കുരങ്ങന്മാരെ കാണുന്നത് കേട്ടോ. മലപ്രദേശമായി തുടങ്ങിയപ്പം ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായി. ഞങ്ങളുടെ ആ ഒരു റൂട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാനൊക്കെ നോക്കണ്ടായി. പക്ഷേ അങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുറത്തുനിന്ന് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് പിന്നെ അങ്ങനെ പോയി. ഈ ഒരു പാലം, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണിത്. അതിൻ്റെ പേരൊന്നും ഞാൻ മറന്നുപോയി. അതിൻ്റെ അപ്പുറത്തുള്ള പുഴ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കണേന്. അപ്പോൾ അതുപോലെ തന്നെ മിക്ക പുഴകളും നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ നിറഞ്ഞില്ല എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കണമായിരുന്നു കേട്ടോ. നമ്മുടെ വാട്ടർഫാൾസ് എത്താനായിട്ടുണ്ടായിട്ടാ. ചീയപ്പാറ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. നമ്മളുടെ മൂന്നാറത്തിന് മുന്നേ ആദ്യത്തെ വാട്ടർഫാളാണത്. അപ്പം അത് അടിപൊളിയാണ് കാണാൻ. നല്ല എക്സൈറ്റഡ് ആണ്. പക്ഷേ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കാരണം പോകുന്ന റൂട്ട് ഫുള്ള് ബ്ലോക്കും റോഡ് പണിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല അവിടെ. നേരെ നമ്മൾ അപ്പോൾ തന്നെ വണ്ടി എടുത്ത് പോകണം. അവിടെ നിൽക്കാനായിട്ട് സമ്മതിക്കില്ല. പിന്നെ അത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റോഡ് പണി നടക്കുന്നതാണ്. അത് ഈ മഴയുടെ ഇടയിൽ കൂടെയും റോഡിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ കൂടെ മണ്ണിടിഞ്ഞിട്ടുമുണ്ട്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെ എത്തിയെന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചീത്ത പറയും. അതേപോലെയാണ്. കാരണം റോഡൊക്കെ ഭയങ്കര പ്രശ്നമാക്കിയേക്കണമായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയോ എത്തിയെന്ന് വേണം പറയാൻ. എന്തായാലും പിന്നെ ഇറങ്ങി തിരിച്ച് മുക്കാൽ ഭാഗം എത്തിയപ്പോഴാണ് ഇത്രയ്ക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായത്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. അങ്ങനെ നമ്മളുടെ വാട്ടർഫാളൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. ഇത് നമ്മളുടെ ചീയപ്പാറ എന്നാണ് വാട്ടർഫാളിൻ്റെ പേര്. അതിങ്ങനെ ഒരേ ഫ്ലോയിൽ ഒഴുകുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. നോക്കി ഇങ്ങനെ നിൽക്കാൻ തോന്നും. ഞാനപ്പോൾ എനിക്ക് പറ്റണ പോലെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത്. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടായി. പിന്നെ നല്ല കാറ്റും ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ പേരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വണ്ടി നമുക്കവിടെ മുന്നോട്ട് പാർക്ക് ചെയ്യാനും പറ്റില്ല. അവിടെ റോഡ് പണി നടക്കുന്ന കാരണം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് അങ്ങനെ കണ്ടുപോയി. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ ഞാൻ മൂന്നാർ പോയതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ അവിടെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒത്തിരി ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ.
അപ്പം ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ ഫുൾ ലോങ് വീഡിയോസും അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് കാണാനും ശ്രദ്ധിക്കണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ പെട്ടെന്ന് പോകാമെന്നങ്ങനെ തീരുമാനിച്ചതാണല്ലോ. അപ്പോൾ അവിടെ ചെന്ന് മൂന്നാർ ടൗണിൽ ചെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. പക്ഷെ അവർക്കും നോക്കി അവർ പക്ഷേ കിട്ടാൻ ചാൻസ് ഉണ്ടായില്ല. ഒന്നാമത്തത് വീക്കെൻഡ് ആയിരുന്നു, പിന്നെ വെക്കേഷൻ കഴിയണ ഒരു ടൈം ആയതുകൊണ്ട് അതിൻ്റെ തിരക്കും ഉണ്ടായിരുന്നു, എല്ലായിടും ബുക്കിടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ഓരോരുത്തർ കയറി അന്വേഷിക്കലായി. ഞാനും ഓരോരുത്തർ കയറും, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് കയറും, അങ്ങനെ മാറി മാറി ചോദിച്ച് ടൗണിൽ തന്നെ ഞങ്ങൾക്കൊരു റൂം കിട്ടി. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ സെറ്റപ്പൊന്നുമില്ല, ഒരു നോർമൽ ഒരു ഡബിൾ ബെഡായിട്ടുള്ള റൂമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം രാത്രി മാത്രം നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി അങ്ങനെ അത് തന്നെ എടുത്ത്. അധികം റേറ്റും ഇല്ല, നോർമലായിട്ടുള്ള ഒരു റേറ്റായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ എടുക്കാമെന്ന് കരുതി അങ്ങനെ റൂമൊക്കെ എടുത്ത് രാത്രി അവിടെ സ്റ്റേ ചെയ്ത്. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ റൂം എടുത്തത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്, ചുറ്റും മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു പുഴയൊക്കെ ഒഴുകണ ആ ഒരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. വ്യൂ നമുക്ക് കിട്ടും. പിന്നെ എന്താ പറയുക, നമ്മളുടെ റിസോർട്ട് അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല റേറ്റിന് എടുക്കുന്ന റൂമിൻ്റെ അത്രയ്ക്ക് സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. നോർമൽ ആ ഒരു റൂമും ചെറിയൊരു ബാൽക്കണി അത്ര തന്നെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ രാവിലെ എണീറ്റ് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി കേട്ടോ. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.